വെൽക്കം ടു എജുബി. എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ആൾക്കാരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് അവരെ എങ്ങനെ വിളിക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ചിലർ എല്ലാം എനിക്ക് തന്നെ വേണം, എല്ലാം എനിക്ക് ഏതായാലും എനിക്ക് തന്നെ, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ സെൽഫ്, അങ്ങനെ വിളിക്കുന്നവരാണ് സെൽഫിഷ് എന്ന് പറയാം. വേറൊരു വാക്കും കൂടെ ഉണ്ട്, ഈഗോയിസ്റ്റ്. ഈ ഈഗോ എന്ന് വെച്ചാൽ സെൽഫ്, എല്ലാം എനിക്ക് വേണം, എല്ലാം എനിക്ക്, സോ ഈഗോയിസ്റ്റ്. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്, അവരുടെ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയെന്ന് വെച്ചാൽ സ്വയം പൊക്കി പറയുന്നത്, ഞാൻ ഇത്രയ്ക്കും വലുതാണ്. അവരുടെ ഗ്രോത്ത്, സെൽഫ് പ്രൈസിങ്, ഞാനാണ് അത് ചെയ്തത്, അവനെനിക്കറിയാം, അങ്ങനെ കാഷ്വലായിട്ട് പറയുന്നത്. അതുപോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നതാണ് ഈഗോ ടിസ്റ്റ്. ഇത് ഈഗോയിസ്റ്റ്, ഇത് ഈഗോട്ടിസ്റ്റ്. ഇതും സെൽഫ് തന്നെ. ഈഗോ എന്ന് പറഞ്ഞാൽ സെൽഫ് തന്നെ, പക്ഷേ ഈ ടിസ്റ്റ് എന്ന് പറയുമ്പോൾ, ഈഗോ ടിസ്റ്റ് എന്ന് വാക്ക് ഒരുമിച്ച് പറയുമ്പോൾ സെൽഫ് പ്രൈസലാണ്, സ്വയം പൊക്കി പറയുന്ന ആൾക്കാരാണ് ഈഗോ ടിസ്റ്റ് എന്ന് പറയാം. പിന്നെ വേറെ ഒരാളും ചില ആൾക്കാരും ഉണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സഹായിക്കാം, ഏതായാലും അവരാണ് സഹായിക്കുന്നത്, അത്രയ്ക്കും അവരിഷ്ടമാണ്. അങ്ങനെ സഹായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ പറയുന്നത് ആൾട്രൂയിസ്റ്റ്. altruist. So altruism എന്ന് പറഞ്ഞാൽ altruistic, altruist ഇങ്ങനെ പറഞ്ഞാൽ സഹായിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആൾട്രൂയിസ്റ്റ് എന്ന് പറയും. സഹായിക്കുന്നതാണ് ആൾട്രൂയിസം എന്ന് പറയും. ഞാനിപ്പം ചിലപ്പം ഫിലോന്ത്രോഫിക്കൽ വർക്ക് ഇതുപോലത്തെ ചെയ്യുന്നതാണ് ആൾട്രൂയിസം. വേറെ ചെറിയ പേഴ്സണാലിറ്റീസ്, അതായത് പുറത്തൊന്നും സംസാരിക്കാൻ ഒരു താല്പര്യമില്ലാതെ അവർ സ്വന്തം ലോകത്തിലിരിക്കും, അവരെ വിളിക്കുന്ന പേരാണ് ഇൻട്രോവേർട്ട്. മാക്സിമം ഇത് കേട്ടിട്ട് ഉണ്ടായിരിക്കും, ഇൻട്രോവേർട്ട്. ഇൻട്രോ എന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ് എല്ലാം അകത്ത് തന്നെ, പുറത്തൊന്നും മാക്സിമം ഷെയർ ചെയ്യില്ല. സോ ഇൻട്രോവേർട്ട്. ആൻഡ് ഇതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് എക്സ്ട്രോവേർട്ട്. ചില ആൾക്കാരുണ്ട്, ഇൻട്രോവേർട്ടിനും പറയാൻ പറ്റില്ല, എക്സ്ട്രോവേർട്ടിനും പറയാൻ പറ്റില്ല, ഇത് രണ്ടുത്തും ഇടയിൽ കൂടി ഇരിക്കും എന്ന് പറയാം. മേ ബി സെലക്റ്റീവ്ലി ഇൻട്രോവേർട്ട് ഓർ സെലക്റ്റീവ്ലി എക്സ്ട്രോവേർട്ട്. അവരെ പറയുന്നതാണ് ആംബിവേർട്ട്. ഈ ആംബി വേറെ ഒരു ഇതിലും കേട്ടിട്ടുണ്ട്, ആംബിഗ്വസ്, ആംഫിബിയൻ, അതായത് ഈ തവള കരയിലും വെള്ളത്തിലും ഇരിക്കുന്നത്. സോ ആംഫി എന്ന് വെച്ചാൽ രണ്ട് ഇതിൽ, ആംബിഗ്വസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് രീതിക്ക് എടുക്കാൻ പറ്റും. സോ എക്സാക്ട് മീനിങ് അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റില്ല. സോ അതാണ് ആംബിഗ്വസ്, ആംബിഗ്വിറ്റി. ഇതിൽ മാക്സിമം ഒരുപാട് റൂട്ട് വേർഡൊക്കെ ഇരിക്കുന്നു. ഈ റൂട്ട് വേർഡ് വെച്ചിട്ട് നമുക്ക് എക്സാക്ട്ലി വേറെ എന്തെങ്കിലും മാറ്റി വരുമ്പോൾ ആ റൂട്ട് വേർഡ് മാത്രം നമുക്ക് അറിയാമെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കാൻ വരുന്നതെന്ന് നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ പഠിച്ചിരിക്കുന്നത് ആംബിവേർട്ട് ആണ്, പക്ഷെ ഇവിടെ ആംഫിബിയൻ്റെ മീനിങ് അറിഞ്ഞൂടാ, ആംബിഗ്വിറ്റിയുടെ മീനിങ് അറിഞ്ഞൂടായെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ മീനിങ് അറിയാം. എന്നിട്ട് അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കും എന്നൊരു അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് മാക്സിമം നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടിരിക്കും. ആൻഡ് ദെൻ ചില ആൾക്കാരുണ്ട്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആൾട്രൂയിസ്റ്റ് എന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് ടെൻഡൻസി. ഇതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെയാണ് നമ്മൾ പറയുന്നത്. അതായത്
ഈ ലോകത്തിലിരിക്കുന്ന എല്ലാ മനുഷ്യരും നല്ലവരല്ല, കെട്ടവരാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു വെച്ചാൽ മിസാന്ത്രോപ്പ്. മിസ് എന്ന് വെച്ചാൽ നെഗറ്റീവ് സെൻസ് ആണ്. ഫോർച്യൂൺ, മിസ്ഫോർച്യൂൺ. മിസ്ഫോർച്യൂൺ എന്ന് വെച്ചാൽ ഇത് അതുപോലെ കെട്ട സംഭവം. സോ മിസ് എന്ന് വെച്ചാൽ നെഗറ്റീവ് സെൻസ്. ആന്ത്രോപ്പ് എന്ന് വെച്ചാൽ ആന്ത്രോപ്പോളജി, സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേറ്റഡ് തിങ്സ്. സോ ആന്ത്രോപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേറ്റഡ് ആണ്. അത് ഒരുമിച്ച് വരുമ്പോൾ മിസാന്ത്രോപ്പ് ഇസ് എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് ഹ്യൂമൻ. പിന്നെ ഇതുപോലത്തെ ചില കാര്യങ്ങൾ കേട്ട് കാണുമായിരിക്കും. മാരേജ്, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, എനിക്ക് മാരേജ് ഒട്ടും ഇഷ്ടമല്ല, കംപ്ലീറ്റ്ലി ഐ ഹേറ്റ് മാരേജ്, അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളെ എങ്ങനെ വിളിക്കുന്നു വെച്ചാൽ മിസോഗാമിസ്റ്റ്. സെയിം മിസോഗാമിസ്റ്റ്. സ്പെല്ലിംഗ് ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ലെറ്റ് മീ ചെക്ക്. മിസോഗാമിസ്റ്റ്. ഈ ഗാമി, പോളിഗാമി, മോണോഗാമി, ബൈഗാമി. ഈ ഗാമി എന്ന് പറയുന്നത് മാരേജ്. മിസ് നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് സെൻസ്. സോ ഗാമിസ്റ്റ്, പോളിഗാമിസ്റ്റ്, പോളിഗാമി, മോണോഗാമി, ബൈഗാമി. സോ അത് മാരേജ് റിലേറ്റഡ്. ആൻഡ് ദെൻ വേറെ ഒരു ചില കാര്യങ്ങളും കൂടെ ഉണ്ട് ഈ സെയിം മിസ് വെച്ചിട്ട്. പെണ്ണുങ്ങളെ ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ പറയുന്നത് വെച്ചാൽ മിസോഗൈനിസ്റ്റ്. ഈ ഗൈനക്കോളജിസ്റ്റ്, അവിടെ നിന്നിട്ട് ഗൈനക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഫീമെയിലിനെ ഇതേക്കുറിച്ച് കാണാനുള്ള ഡോക്ടേഴ്സ്, റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് റിലേറ്റഡ് കുറിച്ച് കാണാനുള്ള ആൾക്കാരെയാണ്, ഡോക്ടേഴ്സിനാണ് നമ്മൾ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയും. സോ ഗൈനി ഈസ് റിലേറ്റഡ് ടു ഫീമെയിൽ. മിസോഗൈനിസ്റ്റ് സ്പെല്ലിംഗ്. മിസോജിനിസ്റ്റ്. അങ്ങനെ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാതെ. മിസോ മീൻസ് നെഗറ്റീവ്, ഗൈനി മീൻസ് ഫീമെയിൽ റിലേറ്റഡ്. സോ മിസോജിനിസ്റ്റ്. ഇനി വേറെ ഒന്നും കൂടെ ഉണ്ട്, ലാസ്റ്റ് ഫൈനലി. എനിക്കൊന്നും വേണ്ട ഈ ലോകത്തിൽ, ഈ ലോകത്തിലിരിക്കുന്ന എന്തോ ഒരു പ്ലഷർ, എനിത്തിങ് എനിക്ക് വേണ്ട. ഒരു സന്യാസി പോലെ ഇരിക്കുന്ന ഒരു സെൽഫ് ഡിനയൽ എന്ന് പറയും. സന്യാസി പോലെ ഇരിക്കുന്ന ആൾക്കാരെ പറയുന്നതാണ് ascetic. അപ്പം നമ്മൾ ഇന്ന് എന്താണ് നോക്കുന്നതെന്ന് ഒരു ക്വിക്ക് സമ്മറി നോക്കാം. ഈഗോയിസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് തന്നെ എല്ലാം വേണം, ലൈക്ക് കംപ്ലീറ്റ്ലി സെൽഫിഷ്, അവരെ വിളിക്കുന്നതാണ് ഈഗോയിസ്റ്റ്. പിന്നെ ഈഗോ എന്ന് പറഞ്ഞാൽ സെൽഫാണ്, അതേപോലെ സെൽഫ്. പക്ഷേ ഈഗോട്ടിസ്റ്റ് തെറ്റരുത്. ഈഗോയിസ്റ്റ്, ഇവിടെ ഈഗോട്ടിസ്റ്റ്. ഈ ഈഗോട്ടിസ്റ്റ് എന്ന് വെച്ചാൽ സെൽഫ് പ്രൈസലാണ്, നമ്മളെക്കുറിച്ച് സ്വയം പൊക്കി പറയുന്നതാണ് ഈഗോട്ടിസ്റ്റ്. പിന്നെ ആൾട്രുവിസ്റ്റ് എന്ന് വെച്ചാൽ ഫിലോന്ത്രോപ്പിക്കൽ വർക്ക്, മറ്റവർക്ക് നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആൾട്രുവിസ്റ്റ് എന്ന് പറയാം. പിന്നെ ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട്. ഞങ്ങൾക്കറിയാം ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, കംപ്ലീറ്റ്ലി വൺ ഹു ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഇൻ ടു ഹിസ് ഫീലിങ്സ്. പുറത്താരോടും അത്രയൊന്നും മിണ്ടില്ല, സംസാരിക്കില്ല, എന്തായാലും വളരെ കുറവായിരിക്കും. സോ അതാണ് ഇൻട്രോവേർട്ട്. എക്സ്ട്രോവേർട്ട് പുറത്തിരിക്കുന്ന ആൾക്കാരോട് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന അത്രയും താല്പര്യമുള്ള ആളായിരിക്കും. അതാണ് എക്സ്ട്രോവേർട്ട്.
പിന്നെ ആ രണ്ട് എക്സ്ട്രീമും അല്ലാതെ ഈ ഇടയിൽ കൂടി എനിക്ക് എന്താണ് എനിക്കേ അറിഞ്ഞൂടാ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആംബിവേർട്ട് അല്ല ആംബിവേർട്ട് അങ്ങനെ പറയാം. ആൻഡ് ദെൻ മിസാന്ത്രോപ്പ്, മിസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, ആന്ത്രോപ്പ് ഇസ് റിലേറ്റഡ് ടു ഹ്യൂമൻ. അപ്പം എ പേഴ്സൺ ഹു കംപ്ലീറ്റ്ലി ഹേറ്റ്സ് ഹ്യൂമൻ റേസ് ഇസ് കോൾഡ് മിസാന്ത്രോപ്പ്. പിന്നെ മിസോഗമിസ്റ്റ്, മിസോഗമിസ്റ്റ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹു ഹേറ്റ്സ് മാരേജ്. ഗാമിസ്റ്റ് എന്ന് പറഞ്ഞത് മാരേജ്. ദെൻ മിസോജിനിസ്റ്റ്, മിസോജിനിസ്റ്റ് എന്ന് വെച്ചാൽ ജെനിസ്, ഗൈനിസ്റ്റ്, gynecologist is related to female and miso is negative. So misogynist is a person who hates women. Finally, ascetic, a person who lives a self denial, അതായത് ഒരു സന്യാസി പോലെ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ascetic, ascetic life, ascetic എന്ന് പറയും, ascetic person. Thank you.